ഹലോ മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിൽ യാത്ര പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ ബോട്ട് ഹൗസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഊട്ടിയിൽ ബോട്ട് ഹൗസിൽ നമുക്ക് എൻട്രി ഫീ വരുന്നത് 25 രൂപയാണ്. പെഡൽ ബോട്ടിംഗ് ആണെങ്കിൽ അരമണിക്കൂറത്തേക്ക് 375 രൂപയാണ് 2 പേർക്ക്. 4 പേർക്ക് 600 രൂപയാണ് വരുന്നത്. ഊട്ടിയിൽ വരാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടൂരിൽ നിന്ന് നമുക്ക് 400-405 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് കോയമ്പത്തൂർ വന്നിട്ടാണ് 105 കിലോമീറ്ററോളം കാണുന്നത്. അപ്പോൾ മേട്ടുപ്പാളയം വഴി പോവാം, കൊട്ടഗിരി വഴി പോവാം. മേട്ടുപ്പാളയം വഴി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ അന്ന് വെതർ മോശമായത് കാരണം മണ്ണിടിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് മേട്ടുപ്പാളയം വഴി പോകാൻ സാധിച്ചില്ല. കൊട്ടഗിരി വഴിയാണ്. കൊട്ടഗിരി വഴിയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെയർ പിൻ വഴി വളവൊക്കെ ഉള്ള നല്ല അതിഭീകരമായ ഒരു യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കൊട്ടഗിരി വഴിയായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഊട്ടിയിൽ വരുന്നവർക്കെന്ന് ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ഒരുപോലെ സെയിം ആയിട്ടൊക്കെ നമുക്ക് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഫീ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിങ് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ അവിടുത്തെ ഫുഡ് കോർട്ട്, പ്ലേ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ആകർഷകമായ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ തമിഴ്നാട് സർക്കാർ. അതുപോലെ തന്നെ എന്താ പറയുക, 7D തിയേറ്റർ, 5D തിയേറ്റർ, പിന്നെ അത്യാവശ്യം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഈ പറയുന്ന ഈ എൻട്രിയിൽ തന്നെ ഉണ്ട്. എൻട്രിക്കകത്ത് തന്നെ ഉണ്ട്, ഇതിനകത്ത് തന്നെ ഉണ്ട്, ഈ ചുറ്റുപാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഫോട്ടോ ഫോക്കസിനുള്ള അടിപൊളി സ്റ്റാച്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കിഡ്സിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലേ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെഡൽ ബോട്ടിങ് നല്ലതാണ്. ഗ്രീനിഷ് വാട്ടറാണ്, നല്ല രീതിയിലുള്ള സുരക്ഷാ സംവിധാനത്തോടു കൂടിയുള്ള പെഡൽ ബോട്ടിംഗ് സൗകര്യങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. പിന്നെ നമുക്കിവിടെ താമസിക്കാനാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ തമിഴ്നാട് എല്ലാ രീതിയിലുമുള്ള റൂമും സൗകര്യങ്ങളും, പിന്നെ അതുപോലെ മീൽസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള നല്ലൊരു ഹോട്ടലാണ് ഹോട്ടൽ തമിഴ്നാട്. നമ്മൾ താമസിച്ച ഹോട്ടൽ തമിഴ്നാട്ടിലായിരുന്നു. അപ്പം എന്തായാലും ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് എല്ലാം കൊണ്ടും സന്തോഷകരമായിരിക്കും, നല്ലൊരു യാത്രയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ആ ഒരു മൺസൂൺ തന്നെയാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാന കാര്യം. ആ ഒരു ക്ലൈമറ്റിലാണ് കാര്യം. 18 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ. അപ്പം നല്ല കോടയും ആ ഒരു കോടമഞ്ഞൊക്കെ കയറി നമ്മൾ ആ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഉള്ളൊരു ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടുത്തെ ക്യാരറ്റ്, ഇവിടുത്തെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കഴിക്കാനും അത് വാങ്ങാനും, പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു ആംബിയൻസ് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഊട്ടി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് പോകുമ്പം 3 ടോളാണ് വരുന്നത്. ഒന്ന് പാലക്കാടും, ഒന്ന് തൃശ്ശൂരും, പിന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ വരുന്ന ഒരു ടോളുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടോളിനൊക്കെ നല്ല റേറ്റും, അവിടുത്തെ 35 രൂപ വരുന്നുള്ളൂ ടോളിൻ്റെ റേറ്റ്. ഫാസ്റ്റാഗൊക്കെ ചാർജ് ചെയ്ത് വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഫാസ്റ്റാഗൊക്കെ ഒരു 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പോയി വരാൻ നമുക്ക് ആ ഒരു ഫാസ്റ്റാഗിൻ്റെ എമൗണ്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ എല്ലാത്തിനും വലിയ റേറ്റൊന്നും ഇല്ല. അപ്പം ബോട്ടാനിക്കൽ ഗാർഡനിൽ കയറാനാണെങ്കിൽ 100 രൂപ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് അഫോർഡബിളായ റേറ്റിലാണ് നമ്മുടെ തമിഴ്നാട് സർക്കാർ. നമ്മളെ കൊല്ലുന്ന രീതിയിലുള്ള റേറ്റൊന്നും അവർ വെച്ചിട്ടില്ല. എല്ലാം നമുക്ക് പറ്റും, താങ്ങാവുന്ന രീതിയിലുള്ള റേറ്റാണ്. അതുപോലെ തന്നെ തമിഴ്നാട് ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ പോലും 2 പേര് പ്ലസ് കിഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരാളാണെങ്കിൽ പോലും 2836 രൂപയ്ക്ക് നമുക്ക് റൂം വരെ കിട്ടും. നല്ല ലക്ഷറി റൂം വരെ കിട്ടും. അതിൻ്റെ കൂടെ ഫുഡും കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ ഇത്രയൊക്കെ സൗകര്യമുള്ള ഹോട്ടൽ